ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ദാ മൂന്നാറിലെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഇപ്പോൾ സെക്കൻഡ് ഡേ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുന്ന ആ ഒരു ടൈമിൽ നമ്മളിവിടെ ഇങ്ങനെ ഒരു പട്ടിക്കുട്ടിയുടെ രൂപം കണ്ടു. അപ്പോൾ അതിന് ഇങ്ങനെ ഞാൻ കുഞ്ഞിക്ക് കാണിച്ചൊക്കെ കൊടുത്തു. അപ്പോൾ കുഞ്ഞ് ഇവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യാണ്. അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. നമ്മളെല്ലാവരും കഴിച്ചു കഴിഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു ഇതാണ്. ഫുഡിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ, ഒരു രക്ഷയില്ല. ഫുഡ് അടിപൊളി ഫുഡാണ്. എല്ലാ ടൈപ്പ് ഫുഡും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ബൊഫേ ആണ്. പിന്നെ ലൈവ് കിച്ചണും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞപ്പോൾ ഇഷ്ടമുള്ളത് തന്നെ ഉണ്ടാക്കിയൊക്കെ തരും. ആ തണുത്ത ക്ലൈമറ്റിൽ ചൂടുള്ള ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ റിസോർട്ടിൻ്റെ നമ്മുടെ എന്താ പറയുന്നത് റെസ്റ്റോറൻറ്റിൻ്റെ ബാക്ക് സൈഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ അടിപൊളി ഒരു ലൊക്കേഷനും കാര്യങ്ങളുമാണ്. ഫോട്ടോ എടുക്കാനും പിന്നെ എന്തെങ്കിലും പാർട്ടീസൊക്കെ ചെയ്യാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പം മഴയും ഒക്കെ ആയത് കാരണം നമുക്ക് അങ്ങനെ അങ്ങോട്ട് നിൽക്കാൻ പറ്റില്ല. ഇങ്ങനെ ഈ ഒരു ചെറിയ ഹട്ട് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഇഷ്ടമായി. ഇപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കസിനോട് പറയുമായിരുന്നു ഇങ്ങനെ ഇറങ്ങി നിന്നാൽ ഫോട്ടോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ ഇവിടേക്ക് ഇങ്ങനെ കയറി ഇറങ്ങി നിന്നു. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അവിടെ നിന്നിട്ട് നമ്മൾ എടുത്ത കുറച്ച് ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ വന്ന റിസോർട്ടിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. നമ്മൾ വന്നത് പുളിമൂട്ടിൽ റിസോർട്ട് അല്ലെങ്കിൽ എലിക്സർ റിസോർട്ട് എന്ന് പറയും. എന്താ പറയുന്നത്, സൂപ്പർ ഒരു റിസോർട്ടാണ്. ഇപ്പോൾ മൂന്നാർ വരുന്നവരുണ്ടെങ്കിൽ ഈ റിസോർട്ട് ചൂസ് ചെയ്യാം. കുറച്ച് നല്ല റിസോർട്ടാണ്. പിന്നെ മൂന്നാർ ടൗണിൽ നിന്ന് കുറച്ച് എത്തിപ്പെടാൻ നമ്മൾ രാത്രി കുറച്ച് ബുദ്ധിമുട്ടായി. രാത്രി ആയതുകൊണ്ടാണ്. പകലാണെങ്കിൽ അടിപൊളി വ്യൂസ് ഒക്കെ കണ്ടിട്ട് വരാം. പക്ഷേ രാത്രി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് പേടിച്ചിട്ടാണ് അവിടെ എത്തിയത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കുറച്ച് പേരൊക്കെ റെഡി ആവാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരോരോ റൂമിലോട്ടൊക്കെ പോയി. ഞാനും ബ്രോഡർ റൂമിലോട്ടാണ് പോയത്. അങ്ങനെ അമ്മച്ചമ്മയെ ആ തണുപ്പത്ത് നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് പുറത്ത് കണ്ടില്ലേ ഇങ്ങനെ ഫോഗും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളെല്ലാവരും നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യാം. ഈ ഒരു ഭാഗം കണ്ടോ, ആ ഒരു ഭാഗം നല്ല ഭംഗിയാണ്. പിന്നെ നമ്മളെല്ലാവരും റെഡിയായി ഇങ്ങനെ പുറത്ത് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുവാണ്. ലേഹമാവ സുന്ദരക്കുട്ടപ്പനായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ റിസോർട്ടിന്റെ ഫ്രണ്ടിൽ റിസപ്ഷൻ്റെ അവിടെ ഇങ്ങനെ ഒരു വലിയൊരു അക്വേറിയം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ മീനുകളും ഒക്കെ ഉണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ കുഞ്ഞി അവിടെ നിന്ന് പറയാണ് അടിപൊളി മീൻ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കുഞ്ഞി അവിടെ നിന്ന് മീനുമായിട്ട് കളിച്ചോണ്ട് നിൽക്കുവാണ്. പിന്നെ കുഞ്ഞിയുടെയും മീൻ്റെയും കൂടെ കളിക്കാൻ ലേഹമാവയും ജോയിൻ ചെയ്തു. ഐസൂട്ടൻ അവിടെ ഫ്രണ്ടിലൊരു വലിയൊരു കാറൊക്കെ ഇട്ടിട്ടുണ്ട് അവര് ഷോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്താണ് ആള്. പിന്നെ ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്ന പൂക്കളൊക്കെ കണ്ടു. ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ നല്ല ഭംഗിയാണ്. പിന്നെ കുഞ്ഞുമാവെ സിനിമ സെറ്റ് ചെയ്തു. പിന്നെ വരുന്ന വഴിയിലെല്ലാം ഇങ്ങനെ കുറേ കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ. ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് നേരി കാണാൻ. പിന്നെ പറയണ്ടല്ലോ, മൂന്നാറിലെ പ്രധാന സംഭവങ്ങളായ തേയിലത്തോട്ടവും മഞ്ഞും അതിങ്ങനെ കാണാനായിട്ട് എന്താ ഭംഗി എന്നറിയാവോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അടിപൊളിയാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ വീണ്ടും ഞാൻ പറയുന്നു, പച്ച ഇങ്ങനെ വെൽവെറ്റ് ഇങ്ങനെ വിരിച്ചു കിടക്കുന്ന പോലെ, പച്ചപ്പട്ട് വിരിച്ചിരിക്കുന്നത് പോലെ നല്ല ഭംഗിയാണ്. ഈ കാണുന്നുണ്ടോ, ഇപ്പൊ ഈ തേയിലയൊക്കെ നുള്ളുന്ന അവരുടെ വീടുകളാണ് ഇതൊക്കെ. ഈ സീനറിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇന്നത്തെ ചിന്താവിഷയം രസതന്ത്രം അതിലേക്ക് പാട്ട് സീനുകൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു സീൻ പോലുണ്ട് ഈ ഒരു ഭാഗങ്ങളൊക്കെ കണ്ടപ്പോൾ. നമ്മൾ പിന്നെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് സിറ്റിയിലോട്ടാണ് വന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ ഒരു വ്യൂ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഈ മഞ്ഞൊക്കെ ഇറങ്ങി ഇങ്ങനെ വരുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അതും നല്ല ഭംഗിയാണ് കാണാൻ. അതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ വന്നത് എലിഫന്റ് പാർക്കിലേക്കാണ്. അവിടെ വന്നപ്പോൾ കിടക്കുന്നു മഴ. നമുക്ക് ഇറങ്ങാനേ പറ്റുന്നില്ല. നമ്മുടെ റെയിൻകോട്ടും ഇല്ല. പിന്നെ നമ്മൾ കാറിലിരുന്ന് കുറച്ച് ആനകളെയൊക്കെ ഇങ്ങനെ കണ്ടു. പിന്നെ മക്കളുള്ളത് കാരണമാണ് നമ്മൾ മഴ ആയതുകൊണ്ട് ഇറങ്ങാഞ്ഞ, കാരണം അവർക്ക് പനിയൊക്കെ പിടിച്ചാലോ എന്ന് വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നു. നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഈ ഒരു ഇത് കണ്ടോ, പൈൻ മരങ്ങൾ ഇങ്ങനെ നിന്നിരിക്കുന്നത്, അത് കാണാനും നല്ല ഭംഗിയല്ലേ. പിന്നെ ഇതൊക്കെ എക്കോ സ്പോട്ട്, അങ്ങനെ ഫോട്ടോ സ്പോട്ട്, അങ്ങനെ കുറേ ഭാഗങ്ങളുണ്ടല്ലോ. അവിടെ ഒന്നും നമുക്ക് നിർത്താനേ പറ്റില്ല മഴ കാരണം. പിന്നെ ലാസ്റ്റ് നമ്മൾ റെയിൻകോട്ട് വാങ്ങിക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ റെയിൻകോട്ടൊക്കെ വാങ്ങിയിട്ട് അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ പോവാണ്. അപ്പോഴാണ് ഇവിടെ നിർത്തിയപ്പോൾ നല്ല രസമുണ്ട് ഈ ഒരു ഭാഗം കാണാൻ. അങ്ങനെ കുറച്ച് നേരം എനിക്ക് അമീനാണ് വീഡിയോ ഒക്കെ ഇതെടുത്ത് തന്നത്. കാരണം എനിക്ക് അപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ ഉറങ്ങിപ്പോയി, കാറിൽ നിന്ന് ഇറങ്ങാൻ പറ്റാണ്ടായിപ്പോയി. അങ്ങനെ പിന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ കണ്ടു, മഞ്ഞിങ്ങനെ വന്ന് മൂടുന്നതും കുറേ വെള്ളച്ചാട്ടങ്ങളും നൂല് പോലെ ഇരിക്കുന്ന പച്ചപ്പട്ട് വിരിച്ചതുപോലെ തേയിലത്തോട്ടങ്ങളും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെയും ഫ്രണ്ടിലോട്ട് പോയി. ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും യാത്ര ചെയ്ത് കുഞ്ഞാവ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിച്ചാണ്. പിന്നെ നമ്മൾ വട്ടവടയിലേക്കാണ് പോയത്. അപ്പം അവിടെങ്കിലും പോയിട്ട് വരാമെന്ന് ഓർത്തു. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു 6 മണിക്ക് മുമ്പായിട്ട് വരണം. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് പറഞ്ഞു. നമ്മൾ എന്തായാലും വന്നതല്ലേ, എന്തായാലും അകത്ത് കയറാന്ന് വിചാരിച്ച് നമ്മളങ്ങനെ പോയി. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ കയ്യുമാസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അപ്പം നമ്മൾ നെയ്ച്ചോറും പിന്നെ പുട്ട്, കടല, അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതാണ് പറഞ്ഞത്. നല്ല തണുപ്പുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക്.
ഞങ്ങൾ പറഞ്ഞത് നെയ്ച്ചോറും പിന്നെ ചിക്കൻ കൊണ്ടാട്ടം ഒക്കെ ആയിരുന്നു. കാരണം ഐസൂട്ടന് കുറച്ച് റൈസ് ഇങ്ങനെ ഇഷ്ടമായത് കാരണം അവൻ കഴിക്കുമല്ലോ എന്ന് ഓർത്ത് ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു, മക്കളെയൊക്കെ വാഷ്റൂമിലൊക്കെ കൊണ്ടുപോയി. നമ്മളും എല്ലാം വാഷ്റൂമിലെല്ലാം പോയി. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫ്രഷ് ആയിട്ട് നമ്മൾ വീണ്ടും വട്ടവടയിലേക്ക് പോയി. അങ്ങനെ പെട്രോൾ തീർന്നിരുന്നു. പിന്നെ നമ്മൾ പെട്രോളൊക്കെ അടിച്ചു. പിന്നെ അങ്ങനെ കുറച്ച് ഡിലേ ഒക്കെ വന്നു. പിന്നെ അവിടെ ഈ ഒരു സ്പോട്ടാണ്, നല്ല ഭംഗിയാണ് അവിടെ നിന്ന് കാണാൻ. ഞാൻ ഓരോ ഭാഗത്ത് ഇങ്ങനെ ഭംഗിയാണെന്ന് പറയുമ്പോൾ മൂന്നാർ മൊത്തത്തിലൊരു ഭംഗിയാണ് കാണാൻ. പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ. പിന്നെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കങ്ങ് പറയാനൊരു ത്വര വരുന്നതാണ്. അങ്ങനെ നമ്മൾ ഹണി മ്യൂസിയത്തിലോട്ട് കയറാൻ പോയി. അപ്പോഴാണ് നാത്തൂൻ്റെ കാലിൽ നോക്കിയപ്പോഴത്തേക്ക് ചോര കണ്ടത്. പെട്ടെന്ന് പിന്നെ മനസ്സിലായി അട്ട കടിച്ചാന്ന്. പിന്നെ നമ്മൾ വാഷ് ചെയ്യാൻ പോയി. പിന്നെ അവിടെ ഒരു കുതിരയെ കണ്ടു. പിന്നെ കുതിരയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. പിന്നെ വാഷൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഹണി മ്യൂസിയത്തിൽ കയറി. പിന്നെ മുകളിൽ കയറി നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. അതിന് മുന്നായിട്ട് നമ്മൾ സ്ട്രോബെറി ഫാമിൻ്റെ അവിടെ പോയായിരുന്നു. പക്ഷേ സ്ട്രോബെറി ഒന്നും ഇല്ല, ഇങ്ങനെ എല്ലാം നട്ടിരിക്കുന്ന ആ ഒരു ടൈം ആയതേ ഉള്ളൂ. അവിടെയൊക്കെ ഫ്രീ എൻട്രൻസ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ മുകളിൽ പോയി ഐ ലവ് യു വട്ടവട എന്നൊക്കെ ഉള്ളിടത്തൊക്കെ കയറി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ സ്ഥലം അടിപൊളിയാണ് കേട്ടോ, അടിപൊളി എന്താ പറയുക വ്യൂ പോയിന്റ് ആണ്. മൂന്നാറൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ വട്ടവട മിസ് ചെയ്യരുത്, പോയി കാണണം. നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് വന്നു. പിന്നെ ഈ ഒരു ദിവസം ലേഹാമാവയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തെവിടെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ച്. ഈ പുൽമേടുകൾ പോലെയൊക്കെയുള്ള ഒരിടത്തൊക്കെയാണ്. അപ്പോൾ മഴയായത് കാരണം നമ്മൾ അങ്ങനെ അങ്ങ് വിട്ടു. പിന്നെ റെസ്റ്റോറൻറ്റിന്റെ പുറത്തൊരു ഏരിയ ഉണ്ടായിരുന്നു, സ്വിമ്മിംഗ് പൂളിന്റെ ഒക്കെ, അവിടെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പിന്നെ മഴയായത് കാരണം അവിടെയും പറ്റത്തില്ല. പിന്നെ നമ്മൾ ഈ റിസപ്ഷന്റെ അവിടെ തന്നെ നമുക്ക് അവർ സെറ്റ് ചെയ്ത് തന്നു. അവരാണ് എല്ലാ ബലൂണും ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നത്. റിസോർട്ടിലെ എല്ലാ സ്റ്റാഫുകളും ഫ്രണ്ട്ലി സ്റ്റാഫുകളാണ് കേട്ടോ, എല്ലാവരും അടിപൊളിയാണ്. പിന്നെ നമ്മൾ കേക്ക് കട്ടിങ്ങിലോട്ടാണ് പോയത്. Happy birthday to you. Happy birthday to you. Happy birthday dear Nandu. പിന്നെ എപ്പോഴത്തേം പോലെ ഐസൂട്ടന് കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കേക്ക് കട്ട് ചെയ്യുകയാണ് അവനെ കൊണ്ട്. പിന്നെ കേക്കെല്ലാം എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ലേഹാമയുടെ ബർത്ത്ഡേയുടെ തീം പിങ്കും പീച്ചും ഒരു വൈറ്റും കൂടെ ചേർന്നൊരു തീമായിരുന്നു. പിന്നെ നമ്മൾ കേക്കൊക്കെ കഴിച്ചു. പിന്നെ അത്തായും കൊച്ചത്തായും അമ്മച്ചമ്മയും റൂമിലാക്കിയതിന് ശേഷം നമ്മൾ കുറച്ചു നേരം അവിടെയൊക്കെ നിന്നിങ്ങനെ കറങ്ങി. പിന്നെ കുഞ്ഞുങ്ങളുടെ കളിയും ബഹളവും ഒക്കെ ആയിരുന്നു. പിന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ലൈറ്റ് കണ്ടു, ഒരു ബ്ലൂ കളർ ലൈറ്റ്. നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു കണ്ണാടിയിൽ കാണാൻ പറ്റും. ഇപ്പം ഞാൻ അല്ലാണ്ട് അതിൻ്റെ വീഡിയോസ് കുറച്ച് എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു വല്ലാത്ത എന്താ പറയുക ഒരു ഇഷ്ടമായ ആ ലൈറ്റിനോട് തോന്നി. പിന്നെ ഇതാ കേക്കൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കിയ കേക്കാണ്. പിന്നെ ആ ഒരു ഫ്ലവറൊക്കെ ഉണ്ടല്ലോ, അവിടുത്തെ ഒറിജിനൽ റോസ് വെച്ച് ഉണ്ടാക്കിയതാണ്. ഒറിജിനൽ റോസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തൊരു കേക്കാണ്. കാണാനും നല്ല ഭംഗിയായിരുന്നു, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഡ്രസ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ലേഹാമാവയുടെ കെയർ അടൂരു എന്ന് വാങ്ങിയിട്ടൊരു എന്താ പറയുക വള്ളി നിക്കറും ഒരു ഷർട്ടും പോലത്തെ ഒരു സംഭവമായിരുന്നു. നമ്മൾ കളർ തപ്പി വാങ്ങിച്ചതാണ്. അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഡ്രസ്സും ഏകദേശം ഇതേപോലത്തെ ഒരു മോഡൽ തന്നെയാണ്, കളർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ നാത്തൂൻ്റെത് നമ്മൾ പരാഗ് അടൂർ എന്ന് വാങ്ങിച്ച ഡ്രസ്സ് മെറ്റീരിയൽ വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. ക്രോപ്പ് ടോപ്പും സ്കേർട്ടും ചിന്നമ്മയാണ് സ്റ്റിച്ച് ചെയ്തത്. പിന്നെ ബ്രോൻ്റെ ഷർട്ടും അടൂരിന്ന് ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഹിപ്പ് ഹോപ്പ് അതാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, ആ ഒരു ഷോപ്പിൽ നിന്നാണെന്ന് തോന്നുന്നു. പിന്നെ കുഞ്ഞു അവയുടേത് നമ്മൾ കുവൈറ്റിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സാണ്. മാക്സാണ് സെൻറ്റർ പോയിൻ്റ് എന്തോ ആണ്, അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ കുഞ്ഞുങ്ങൾ 3 പേരും ബലൂണുമായിട്ടൊക്കെ കളിയും ബഹളങ്ങളും ഒക്കെ ആയിരുന്നു. നമ്മൾ പിന്നെ ആ ഒരു റിസപ്ഷൻ്റെ ഏരിയ കുറച്ച് കാണാനുണ്ടായിരുന്നു, അതൊക്കെ എൻജോയ് ചെയ്ത് നടന്ന് കണ്ടു. പിന്നെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. ഞാൻ അതെല്ലാം ആഡ് ചെയ്തേക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.